എല്ലാവർക്കും അറിയാലോ വീട് പണിയാണ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ പണിയെടുക്കുന്നത് കൂടുതലും. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ വ്ളോഗറായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണികളൊന്നും നടക്കില്ല. ഇന്ന് ഒരുപാട് പണികളുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് പോലെ ഒന്നല്ല. ഇന്ന് നമുക്ക് കുറേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നാടൻ ലുക്കിൽ നിന്ന് വേറൊരു നാടൻ ലുക്കായി. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു പൂരമുണ്ട്, പൂരത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലുക്കിലെ പൂരത്തിന് പോകണം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടാവും. അമ്പലപുരത്താണ് പൂരം, കുറ്റിയങ്കാവ് പൂരം എന്ന് പറയും കേട്ടോ. ഒരുപാട് ചിത്രം വരാണ്ടില്ല ചോരുമ്മ. ദത്താണിയിലാണ് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. വല്യമ്മയുടെ വീട്ടിലാണ്, വല്യമ്മയുടെയും വലിച്ചൻ്റെയും വീട്ടിൽ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ട് കേട്ടോ. അവളൊന്നും കുളിച്ചിട്ടും കൂടിയില്ല. പക്ഷേ ഞാനൊക്കെ കുളിച്ച ധൈര്യത്തിൽ ഞാൻ നല്ല ഉപദേശിച്ചു. ഞാൻ അവരൊക്കെ മാമനാണ് കേട്ടോ. ഒരുപാട് ഉണ്ണികളുണ്ട് കേട്ടോ. 6-7 ഉണ്ണികളുണ്ട് തോന്നുന്നു. 6 ഉണ്ണികളുണ്ട്. അവരുടെ മാമനാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ ആഡ് ചെയ്യാം. ചിലവർക്ക് വീഡിയോയിൽ വരെ ഇഷ്ടമാണ്, ചിലവർക്ക് വീഡിയോ വരെ ഇഷ്ടമല്ല. അവളൊക്കെ കണ്ടില്ലേ, ഭയങ്കര വാശിയാണ്. വീഡിയോയിൽ മുഖം കാണിക്കാൻ വേണ്ടിയില്ല. അവൾ ഭയങ്കര ക്യൂട്ട്. ഇവിടെ ഉള്ളവരൊക്കെ മാമനാണ് കേട്ടോ. അത് ഈ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ വല്യമ്മ കേട്ടോ. പിന്നെ ചേട്ടൻ്റെ മുകളിലാണ് നടക്കുന്നത്. തച്ച് ബ്ലാക്ക് ടീഷർട്ട് അനുശ്രീ, ചേട്ടൻ്റെ ഉണ്ണി, അടുത്ത് കുഞ്ഞൻ, ഇത് ഉദയൻ. ഇത് പിന്നെ അവർ അടുക്കളയിൽ കയറിയിട്ട് ഫുഡ് അടിക്കാനൊക്കെ നോക്കണ. ഫുഡ് അടിക്കാനല്ല, ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യമൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് നല്ല ചൂടാണ് ചിക്കൻ. അവിടെ എടുത്ത് കഴിക്കാൻ നോക്കണം കേട്ടോ. രണ്ടുപേരും ഷെയർ ചെയ്തേക്കണം. രണ്ട് ചേച്ചി നോക്കണം. വെല്ലിച്ച റെസ്റ്റിലാണ്. വെല്ലിച്ച എപ്പോഴും റൂമിലുണ്ടാവും കേട്ടോ. അമ്മ ഇവിടെ വടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കുട്ടികളെ തല്ലണ വടിയാണ്. ചേച്ചി ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അത് കാരണം വടി കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അത് വാങ്ങി വെച്ചിട്ടിരിക്കുന്നുണ്ട്. എന്തിനോ എന്തോ എനിക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഇടയിൽ ഇവിടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് മാഗ്നറ്റിക് ആക്ഷൻ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ആക്ഷൻ പോലെ നമുക്ക് തോന്നുമൊക്കെ കേട്ടോ. എനിക്ക് ഇവരൊക്കെ ചെയ്തു തന്നു കേട്ടോ ഈ സംഭവം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ചോപ്പ് ഇത് തുറക്കാൻ പറ്റില്ല. മെല്ലെ എടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അതെന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. പിന്നെ ചിക്കനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കണ തിരക്കായി. പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ. ഇപ്പോൾ സന്തോഷമില്ല എന്നല്ല കേട്ടോ, ആവശ്യത്തിന് മുതിർന്നില്ലേ. അപ്പോൾ നമുക്ക് ചോറ് വേണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ വേണ്ട കുറച്ച് കഴിക്കണല്ലോ എന്നൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ ഇരുത്തി പിടിച്ച് കഴിപ്പിക്കും. സംഭവം എനിക്ക് ഒരുപാട് ബന്ധക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എവിടേക്കും പോകില്ല. ഞാൻ എന്താണോ അങ്ങനെ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. ബന്ധങ്ങൾ കൂടുന്തോറും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. അത് കാരണം ഞാൻ ഉള്ള ബന്ധക്കാരെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാനും കഴിക്കില്ല വിചാരിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു പിടി വാരി കഴിച്ചു കേട്ടോ. കുറച്ച് എനിക്ക് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ കുഞ്ഞുനാളിൽ മുതൽ ഇവിടെ നിന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ഒരു മക്കളെ പോലെ തന്നെ നമ്മൾ തന്നെ എല്ലാവരും നോക്കുക. ഈ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ടുള്ളത് ഇതുപോലെ ചെറിയ പ്രായത്തിൽ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കഥ പറയലും ചിരിക്കലും കളിയിലേക്ക്. പിന്നെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാനിങ് ഒക്കെ കേട്ടോ. ചെറുതിനൊക്കെ ഇപ്പോൾ പോകണമെന്നായി ചോറിന് കഴിഞ്ഞപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂരം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പോകും. അത് കാരണം അപ്പോൾ പ്ലാൻ നോക്കി ഞങ്ങൾ പോകാൻ നോക്കിയിട്ടാണ്. മെല്ലെ നടന്നു. എത്ര കുട്ടികളാണ് അറിയാം ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞാൻ ഏജ് കൊണ്ട് മൂത്രന്നാണെങ്കിലും ഇവരെ വൈബൊക്കെ തന്നെ കേട്ടോ. അപ്പം ഞാൻ ഇവർ എന്ത് പറഞ്ഞാലും അതുമാതിരി നടക്കൂട്ടാ. അതുമാതിരി നടക്കുക വെച്ചാൽ അവരെ കൂടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി റെഡിയാവും. പൂരമാണ്, ആനപ്പൂരമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ പിള്ളേരെ അധികം പ്രൊമോട്ട് ചെയ്തില്ല. ഒറ്റയ്ക്ക് നടക്കാനും കൊണ്ടു നടക്കാനൊക്കെ. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ആനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ വന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ വരുമ്പോൾ കുഞ്ഞു പിള്ളേരുടെ കൂടെയൊക്കെ കൂട്ടുകൂടി നടക്കണോണ്ട് തന്നെ, അതായത് എൻ്റെ ആ സമയത്തെ പ്രായത്തിലുള്ള എല്ലാവരും കൂടെ കൂട്ടുകൂടി നടക്കുമ്പോൾ എനിക്ക് വേറെ വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ കൂടെയൊക്കെ നടന്നു പോകണ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു പോകും. ഞാൻ ഇങ്ങനെയൊക്കെ പിള്ളേരുടെ കൂടെ നടന്നതാണ്. ആ പിള്ളേരൊന്നും ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാർ ഇവിടെ ഇല്ല. എല്ലാവരും പുറത്തും ബാംഗ്ലൂരും അങ്ങനെയൊക്കെ സ്ഥലത്താണ്. ഇങ്ങനെ ചില ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കണ്ടു. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇല്ല, അവരൊക്കെ പുറത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളങ്ങനെ അവരുടെ അപ്ഡേഷനൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ തെയ്യം വന്നു. തെയ്യം തെറാന്നൊക്കെ പറയാം. അപ്പോൾ അത് വന്നു. അതിൻ്റെ കുറച്ച് നേരം കളി കണ്ടു വന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോ കഥകളൊക്കെ പറയാൻ തുടങ്ങിയിട്ടാണ്. എല്ലാവർക്കും ഓരോ കഥകളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കൈ നോക്കണ ചീച്ചത് കൂടെ അടുത്തുകൂടെ കൊണ്ടിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കൈ നോക്കണ്ട, കൈ നോക്കി എൻ്റെ ലൈൻ്റെ കാര്യമൊക്കെ പറയും. അമ്മ പറഞ്ഞാൽ കൊല്ലുന്നൊക്കെ പറയും പറഞ്ഞേട്ടാ. അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയണതിൻ്റെ ഇടയിൽ പറഞ്ഞു മാത്രേട്ടാ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കഥകൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ള കാര്യമായിട്ടാണ് കൈനോട്ടൊക്കെ. കാരണം ഈ ചേച്ചി പറയണതിൽ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഇൻസിഡൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. ചിലതൊക്കെ ചേച്ചി ചോദിച്ച് മനസ്സിലാക്കണമുണ്ട് കേട്ടോ. പക്ഷെ കിട്ടിയ പെണ്ണാണ് കുറച്ച്. ചേച്ചീനെ കുറിച്ച് എന്താ പറഞ്ഞത്? ചേട്ടൻ്റെ കാര്യം പറയണേ. ചേട്ടൻ്റെ ഭാര്യേനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചേച്ചീനെ ഒന്ന് തൂക്കിയതാണ്.
പിന്നെ കഥകളിങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ കണക്റ്റ് ആവേണ്ടവർക്ക് അപ്പോൾ കണക്റ്റ് ആവണതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളിച്ചൻ നോക്കി എല്ലാവർക്കും ഓരോ സങ്കട കഥകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കഥ കേട്ടിട്ട് കരയാൻ നോക്കണതാണ് അച്ചേച്ചിക്ക് വിഷമമുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ. എനിക്ക് കൈനോട്ടത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇതിൽ ചേച്ചി പറയണ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റാണ് കേട്ടോ. പിന്നെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടൊന്നും പറയണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് അങ്ങനെയോ ഇങ്ങനെയോ എന്നൊന്നും പറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻട്രസ്റ്റിങ്ങിലാണ് കേട്ടോ. ഞാനും ഇൻട്രസ്റ്റിങ്ങിൽ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ വന്നു. ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാരെ നോക്കിയിട്ട് എൻ്റെ കൈ നോക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. അനിയത്തിയും വെച്ചാൽ എന്നെ മാമാന്ന് വിളിക്കുക. എൻ്റെ ചേച്ചിയുടെ മോളാണ്, മൂത്ത മോളാണ്. ഇതെൻ്റെ സ്വന്തം അമ്മയാണ് കേട്ടോ. പക്ഷേ മേമാന്ന് വിളിക്കുക. അപ്പോൾ മേമക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിലായിരിക്കുന്നത്. അടുത്ത എൻ്റെയാണ് കൈ നോക്കണേന്നൊക്കെ പറഞ്ഞിട്ട് മേമ ഇരിക്കുന്നത്. നോക്ക് കഥ കേൾക്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ വീട് പണിയൊക്കെ ആയതുകൊണ്ട് അതും നോക്കൂട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട് പണി പെട്ടെന്ന് നടക്കുമോ, എന്തെങ്കിലും പാടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ അമ്മയുണ്ടായിരിക്കുന്നത്. അമ്മ പിന്നെ കഥ കേട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയണം. അപ്പം ഞാനായിരുന്നു മോളി കൊടുക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ആ ചേച്ചി ബൈ പറഞ്ഞു പോയിട്ടോ. 10-600 രൂപ ചേച്ചി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അളിയനും അച്ഛനും വന്നു കേട്ടോ. പിന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഡീസൻറ്റ് മര്യാദയ്ക്ക് ഇരിക്കടാന്നൊക്കെ. ഈവനിങ് ടൈമായി പൂരത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒരു കെട്ടിൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകേണ്ട നേരമായി. മുകളിലേക്ക് വെച്ചാൽ പൂരത്തിന് പോകേണ്ട നേരമായിട്ടാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു അളിയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേരും അച്ഛനൊക്കെ കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ടാണ്. പിന്നെ അച്ഛനും ഷിബളിനും വന്നു. പിന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു വീഡിയോ എടുത്തു. എന്തോ ആൾക്കാരെ നോക്കി ഓരോരുത്തർക്കും ഓരോ മൈൻഡായിട്ടാണ്. ഒരാൾ ചിലപ്പോൾ പേടിയുള്ള കാര്യമൊക്കെ പറയുമ്പോൾ മറ്റാൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും. ഒരാൾ ബ്യൂട്ടിയുടെ കാര്യം പറയുമ്പോൾ ഒരാൾ അവിടെ നിന്ന് തൂക്കുണ്ടാവും. അങ്ങനെയാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് അടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫണ്ണാണ്, നല്ല രസമാണ്. ആദ്യമായിട്ടല്ല, കുറേ നാളുകൾക്ക് ശേഷം, എനിക്ക് അറിഞ്ഞൊരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നടന്നു പോകണം കേട്ടോ. വീട്ടിൽ നിന്ന് നടന്നിട്ട് അമ്പലത്തേക്ക് പോയത്. അങ്ങനെ വെടിക്കെട്ട് കണ്ടു, 2 ദേശത്തിൻ്റെ വെടിക്കെട്ട് കണ്ടു. കുറ്റിയങ്കാവ് അമ്പലമാണ്. അമ്പലത്തിൽ വന്നു, നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു. വെടിക്കെട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നാൾക്ക് ശേഷം ഇങ്ങനത്തെ വെടിക്കെട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം ഭയങ്കര ഭംഗി തോന്നി. കുറേ നേരം ഇരുന്ന് കണ്ടു കേട്ടോ. ഇത്ര നേരം നല്ല ഒരു ടീം 15 മിനിറ്റൊക്കെ ഇരുന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ ഒരു വൈബിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് 5 മണി ടൈമിലൊക്കെ നമുക്ക് വെടിക്കെട്ടൊക്കെ പൊട്ടി തുടങ്ങും കേട്ടോ. അത് ഭയങ്കര സൗണ്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ ഞാൻ ഐസ്ക്രീം മേടിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഏട്ടനെ വാങ്ങി കൊടുക്കാറ്, അല്ലെങ്കിൽ പളിയം വാങ്ങി കൊടുത്തന്നെ കേട്ടോ. പക്ഷേ പ്രാവശ്യം വാങ്ങി കൊടുത്തു. അങ്ങനെ എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കഥകളൊക്കെ വരുന്നുണ്ട്, വെടിക്കെട്ട് കാണുന്നുണ്ട്. പിന്നെ നാടകം കാണാൻ ഞങ്ങളങ്ങനെ നിന്നില്ല കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലുള്ള നിക്കി. പിന്നെ ഞങ്ങൾ മറ്റേ കോലൊക്കെ ഇല്ലേ അതിൻ്റെ ഉള്ളിൽ കയറി. പൂരം കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ അധികം സാധനങ്ങളൊന്നുമില്ല. തലേദിവസം വരികയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കാണാമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരെ കളിപ്പാട്ടൊക്കെ ഇവിടെ നമ്മൾ പൈസ ഇറങ്ങിയിട്ട് കഴിഞ്ഞ കൊല്ലം ഒരുപാട് പൈസ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ കൊല്ലം ഒരുപാട് പൈസ വേണ്ടി. പിന്നെ നിൽക്കി വന്നു കേട്ടോ. ഓഫീസിൽ പോയിട്ട് ഇങ്ങോട്ട് നേരെ വന്നു. അതുകൊണ്ട് തന്നെ അവിടെയും കുറച്ചിറങ്ങിയായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഇവരെ കൂടെ വീട്ടിൽ തിരിച്ച് പോയേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും വന്നിട്ടില്ല. വേറെ വന്നവരൊക്കെ ഓട്ടോറിക്ഷയിൽ പോയി, ആണുങ്ങളുള്ളവരൊക്കെ. പിന്നെ ചേച്ചിമാരും ഉണ്ണികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവരെ കൂടെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് റൂട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം അമ്പലപുരമൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത പരിപാടി. അങ്ങനെ നേരെ തിരിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടാണ്. 11 മണി 11:30 ഞങ്ങൾ ആ പരിപാടിയൊക്കെ കണ്ടിട്ട് വീട്ടിൽ കയറുമ്പോട്ടാ. എല്ലാവരും ഫുഡ് അടിയിലാണ്. എല്ലാവർക്കും ക്യാമറയിൽ വരാൻ മോഹമൊന്നുമില്ല. പിന്നെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ നിമിഷങ്ങളൊന്നും കിട്ടൂല കേട്ടോ. ക്യാമറ വയ്ക്കുമ്പോൾ എല്ലാവരും ഡീസൻ്റ് ആവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്യാമറ വയ്ക്കാറില്ല. ഞാൻ വെറുതെ ഫുഡ് അടിക്കുന്നത് മാത്രം എടുത്തു മാത്രം. രാവിലെ ഫുഡ് അടിച്ച് ഹാളിലാട്ടോ. ഇവിടെയാണ് അടുക്കളയിലാണ്. ഞങ്ങൾ എപ്പോൾ വന്നാലും അടുക്കളയിൽ വന്നിട്ട് ഫുഡ് അടിക്കാറ്. പിന്നെ പിറ്റത്തെ ദിവസം എണീറ്റ് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ്. ചെറിയ കുട്ടി, എൻ്റെ കയ്യിലിരുന്നായിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ പഠിച്ച് ജോലിക്കൊക്കെ പോയി തുടങ്ങി. എന്തായാലേ നമുക്കാണെങ്കിൽ വയസ്സൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ രാവിലെ വീട്ടിൽ വന്ന് ഇപ്പോൾ വീടിൻ്റെ അവിടെയൊക്കെ തീരുന്നുണ്ട് കേട്ടോ. മച്ചാടും അമ്മ സ്റ്റാർട്ട് ആവാറായി. പറവറപ്പാടാണ്, പ്രത്യേക പറവറപ്പാടാണ് കേട്ടോ. അതിൻ്റെ ഒരു വൈബ് തന്നെ രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ വന്നിട്ട് എനിക്ക് പണിയുള്ളത് ഇവിടെ തറയിൽ മണ്ണ് നിറയ്ക്കാന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാനതൊക്കെ നിറച്ചിടാൻ തുടങ്ങിയിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ഒരു അമ്മയ്ക്ക് എനർജി കയറിയിട്ട് വന്നതാണ്. പിന്നെ ആൾക്ക് കുറച്ച് കഴിഞ്ഞ് വയ്യാണ്ടായപ്പോൾ ഞാൻ വരണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൂട്ടാ. അങ്ങനെ ഞാൻ നേരെ അവിടെ വന്ന് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. ചളിയാക്കലാണ് ഇന്നത്തെ പരിപാടി. ഞാൻ എൻ്റെ റൂമിലാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വൃത്തിയാക്കല്ല, ചളിയാക്കി നമുക്ക് ഇവിടെ ഇടണം. അതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. ഒരുപാട് ചളിയാക്കാണ്ട് ഒരുപാട് മണ്ണ് കൊണ്ടുവന്ന് തരണം കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ ബോക്സാണ്, കുറച്ച് മണ്ണിട്ടാൽ മതി എന്നൊക്കെ ആയിരിക്കും. എനിക്കറിഞ്ഞൊരു 10-200 ചട്ടിയിൽ മണ്ണിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മച്ചാട് മാമൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് അമ്പലത്തിൽ വെച്ചിട്ട് ആ എഴുന്നള്ളിപ്പ് കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് പോയത്. ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ എന്ന് പറഞ്ഞ ബാൻഡ് വന്നിട്ട് പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ ലാഗ് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റൊക്കെ ഭയങ്കര വൈബായിട്ട് കേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ അവിടേക്കൊക്കെ. പിന്നെ നമ്മൾ അവിടെ ചുറ്റോറം നടന്ന് കളിപ്പാട്ടും എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ തോന്നി. 5 ദിവസത്തിനുള്ളിൽ പറവർപ്പാട് കഴിയും കേട്ടോ. അതായത് രാവും പകലും ഇല്ലാണ്ട് അവർ പറവാടെ ഞാൻ പറഞ്ഞു ഇവിടെ വ്ളോഗിലിടാൻ മുഖം ഒന്ന് കാണിക്കുന്നു പറഞ്ഞു. ഇപ്പം നീ എന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിച്ചാൽ എന്നൊക്കെ. ഓക്കേടാ ശരിടാ അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു.
ഓ ശരി ശരി. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നടന്ന് നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ഈ പറ വയ്ക്കാൻ പറ്റില്ല കാരണം അച്ഛൻ്റെ അമ്മ മരിച്ചേക്കുക. അതുകൊണ്ട് ഈ പറ വന്നു കേട്ടോ. ഈ പറ വരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വലിയൊരു വീഡിയോയുടെ ഉള്ള കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഇതുപോലെ വെളിച്ചം വരും കേട്ടോ. പിന്നെ അതിൻ്റെ പിന്നാലെ ആൾക്കാർ വരും, മുന്നിലും ആൾക്കാരുണ്ടാവും, നെല്ലെടുക്കുക ആൾക്കാരുണ്ടാവും, പിന്നെ അവകാശികളുണ്ടാവും നെല്ലിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതിലെ വെളിച്ചപ്പാട് നമ്മുടെ തോളത്ത് കയറ്റിയിട്ടാണ് വരിക കേട്ടോ. അധികം സംസാരിക്കൊന്നുമില്ല, ഞാൻ സംസാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആൾ. തിരുവാണിക്കാവലമ്മ നാടിറങ്ങി, വീടുകൾ കാണാനിറങ്ങി, പറ എടുക്കാനിറങ്ങി, അങ്ങനെയൊക്കെ കേട്ടോ പറയുക. തോളത്ത് കയറിയിട്ടാണ് വരിക. തോളത്ത് കയറിയിട്ട് വരിക പറഞ്ഞാൽ നടക്കില്ല അധികം, വീടുകളിലേക്ക് മാത്രം ഇറങ്ങുമ്പോഴാണ് നടക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഞാൻ എത്ര നാളും പറ വെച്ചതിൻ്റെ രീതിയിൽ പറയണ്ട. ഇതൊക്കെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് എത്ര ദേശങ്ങളാണെന്നറിയോ കയറി ഇറങ്ങുക. ഒരു ഓടിയിട്ടാട്ടോ പറ എടുക്കുക. അധികം നേരം ഒരു വീട്ടിൽ നിൽക്കില്ല, പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ചു പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള പറയാണ്, ഭയങ്കര പേടിയുള്ള പറയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണോണ്ട് എപ്പോഴാണ് പറത്തുക എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ഉറപ്പില്ല. ഒരു ഓടിയിട്ടാണ് വരിക, പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ച് വരും പോകും കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഇന്ന് തുടങ്ങിയപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും വന്നു തുടങ്ങി. നമ്മുടെ പുറപ്പാട് തുടങ്ങി എന്നൊക്കെ തോന്നി കഴിയുമ്പോൾ ഞാൻ 5 ദിവസം കഴിഞ്ഞാൽ ഇവിടുത്തെ പൂരമല്ല വേല എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഞാൻ കൂടുതൽ